ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. ഓരോ ദിവസവും ഓരോരോ ഐഡിയ ആണ് കേട്ടോ. ഇന്ന് വന്നിട്ട് നമുക്കൊരു ഫ്ലവർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതായത് വീട്ടിലോട്ട് ഞാൻ വിചാരിച്ചു ഫ്ലവർ ചെയ്ത് വെക്കണമെന്ന്. കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൈ കിട്ടിയത് കുറച്ച് കുപ്പികളാണ് കേട്ടോ. അപ്പോൾ കുപ്പി വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറും ലീഫും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവം മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ അടിഭാഗം ഇതുപോലുള്ള കുപ്പിയാണ് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പിന് വെട്ടി കൊടുക്കുക. അതായത് ഫ്ലവറിൻ്റെ ഷേപ്പിന് നമുക്കൊന്ന് ആക്കിയെടുക്കണം. അത്യാവശ്യം നല്ല മൂർച്ചയുള്ളൊരു കത്രിക എടുത്തോട്ടോ. ഇത് ഇത്തിരി കട്ടിയുണ്ട് ഈ കുപ്പിക്ക്. ഇത് 2 ടൈപ്പ് കുപ്പി വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പും ഉണ്ട്, കട്ടി കുറഞ്ഞ ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നീറ്റാക്കിയിട്ട് കൊടുക്കണം. എത്ര ഇതാണോ വേണ്ടത് അത്രയും എടുക്കുക കേട്ടോ. ഇതിന് അത്യാവശ്യം കട്ടിയുള്ളതാണ് കേട്ടോ. അത്രയ്ക്ക് നീറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെയാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്ന ആ ഒരു എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് അറിയാനായിട്ട് പറ്റും. കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് നോക്കിയേക്കണേ. അപ്പോൾ അത് ഇതേപോലെ നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഒരു ഭാഗത്ത് മാത്രം പെയിൻറ്റ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ വെള്ളം ചേർക്കാതെ നമ്മുടെ ഫാബ്രിക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റെഡ് കളർ തന്നെ ആയിക്കോട്ടെ, കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഫ്ലവർ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് റെഡായിട്ടോ അടിച്ചു കൊടുക്കുന്നത്. നമ്മൾ കുറേ സംഭവങ്ങൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറും അതുപോലെ നമ്മുടെ ചുള്ളിക്കമ്പുകളും ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ വീട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ വേസ്റ്റിൽ കളയുന്ന കുറച്ച് സംഭവങ്ങളുണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സും അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് പെയിൻ്റ് അടിച്ച് നീറ്റാക്കി കൊടുക്കുക. എത്ര ഫ്ലവറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ കുറച്ച് അതിന് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും കുപ്പികളിൽ ഞാൻ പെയിൻ്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് പരിപാടി ബാക്കിയുണ്ട്. അതായത് കുറച്ച് കട്ടിയുള്ള കുപ്പിയാണല്ലോ. അപ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നമുക്കൊരു ഓട്ട ഇട്ട് കൊടുക്കണം. ചാടിപ്പോയി സംഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലൊരു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത് ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ അകത്തേക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. ഞാൻ സോൾഡറിങ് അയൺ വെച്ചിട്ട് ഒരു കുട്ടി ഹോളാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ഒത്തിരി വലിയ ഹോൾ ഇടാൻ പാടില്ല, ഒരു കുഞ്ഞൻ ഹോൾ ഇടാൻ പാടുള്ളേ. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ചെറുതായിട്ടൊന്ന് യെല്ലോ കളർ പെയിൻ്റ് അടിച്ചെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും ഐഡിയയ്ക്കും അനുസരിച്ചിട്ടൊക്കെ കളർ കോമ്പിനേഷനൊക്കെ തീരുമാനിക്കും കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് പെയിൻ്റ് അടിച്ച് നീറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ കുറച്ചും കൂടി അടിപൊളിയായിട്ടില്ലേ. കറക്റ്റ് ഇതിലൊന്നും അടിച്ചു കൊടുക്കണ്ട കേട്ടോ. കുറച്ചൊന്ന് അലങ്കോലമായിട്ട് അടിക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് ഇതേപോലെ നമ്മുടെ ഫ്ലവർ മേക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് കമ്പിയാണ് കേട്ടോ. ഇതെടുക്കുക. ഇതേ കണക്ക് എൻ്റെ മുകൾ ഭാഗം ഒന്ന് വളച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഹോളിലൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞ ഹോളാണ് കേട്ടോ ഞാൻ ഇട്ട് വെച്ചേക്കുന്നത്. ഈ ഒരു ഇത് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോള് അത്രയേ ഉള്ളൂ. എന്നാലാണ് ടൈറ്റായിട്ടിരിക്കുക. അതേ ഇവിടെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു കമ്പെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് ഒടിച്ച് കളയാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ചിലവ് വരുന്ന 2 സംഭവങ്ങളാണ്. ഒന്ന് പെയിൻറ്റും ഒന്ന് ഗ്രീൻ ടേപ്പും. 25 രൂപ അല്ല 15 രൂപയോ അല്ലല്ലോ 20 രൂപ കൊടുത്തിട്ട് ഇതേപോലത്തെ ഒരു ടേപ്പ്, പല റേറ്റിലുള്ള ടേപ്പുകളുണ്ട് കേട്ടോ. ഇതൊരു കുഞ്ഞൻ ടേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 20 രൂപയാണ്. ഇത് കൊടുത്തിട്ട് ഒരു ടേപ്പ് വാങ്ങിച്ച് വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് പെയിൻറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറേ സംഭവങ്ങൾ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസൊക്കെ ഉള്ള കമ്പുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടാവും. എങ്ങനെയുണ്ട്, രസമല്ലേ? എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതൊന്ന് ചുറ്റി നീറ്റാക്കി എടുത്തിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ കുറച്ച് ലീഫും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കമ്പ് മാറ്റിയിട്ട് പകരം ഈർക്കിലിയോ അല്ലെങ്കിൽ കമ്പി തന്നെയോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞുള്ള രീതിയിലും പിന്നെ ആ ഒരു നാച്ചുറൽ ഫീൽ കിട്ടണമെങ്കിൽ നമുക്കിതുപോലുള്ള ശിഖരങ്ങളൊക്കെ ഉള്ള കമ്പുകൾ എടുക്കുന്ന കേട്ടോ എനിക്ക് പേഴ്സണലി നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട്, രസമല്ലേ? അടിപൊളിയായിട്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്
ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാക്കി വന്നിട്ടുള്ളത് ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് കട്ട് ചെയ്യുക, എന്നിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. പച്ച കളറാണെങ്കിലും അതിൻ്റെ അകത്തേക്ക് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുമ്പോഴാണ് രസം ഉണ്ടാവുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കത് ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ചങ്ങ് തണ്ടൊടിച്ച് കളയാം, കാരണം അത്രയും ലെങ്ത് വേണ്ട. എന്നിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ ഞാൻ മുറിച്ചെടുത്തിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് നൂല് വെച്ച് കെട്ടി കൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഗ്രീൻ ടേപ്പ് ചുറ്റുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് ചുറ്റുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ചുറ്റി നീറ്റാക്കിയിട്ട് എടുക്കുക. ഓക്കെ, അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഹെയർ അക്സസറീസിൻ്റെ മേക്കിങ്ങും അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ സെയിൽ, അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്, അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ സെയിൽ, പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെയാണ് കേട്ടോ നമ്മൾ ഈ ചാനലിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അതായത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെയോ ഹെയർ അക്സസറീസിൻ്റെയോ ഒക്കെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ലീഫും ഫ്ലവറും ഒക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇനി ഈ ഒരു ഭാഗം കൂടി നമുക്ക് കവർ ചെയ്ത് കൊടുക്കണം. ഇവിടെയും കൂടി 2 ഫ്ലവറല്ല ലീഫ് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയിൽ കൂടുതലും ലീഫാട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഞാൻ കുറച്ചധികം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കുഞ്ഞൻ തണ്ടായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ശരിക്കും ഇത് ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയതാണ്. ഈ ഒരു ഭാഗത്തുനിന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ കമ്പല്ല, ഓരോ കമ്പാട്ടോ ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയത്. അപ്പോൾ ഞാൻ ഓരോരെണ്ണം അവിടെ ഇങ്ങനെ എടുത്തിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് ഇതേ കണക്ക് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് തന്നെ അങ്ങ് ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറേ ലീഫുകളും കുറച്ചും കൂടി കൂടുതൽ ലീഫ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പിൽ വ്യത്യാസം വരുത്തിയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാൻ നല്ല രസമുണ്ടാവും, കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതിൻ്റെ തണ്ട് ഉണങ്ങിയിട്ടുള്ള കമ്പല്ലേ എന്ന്, അത് പെട്ടെന്ന് പോകില്ലേ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാവും. പക്ഷെ അത്ര പെട്ടെന്നൊന്നും പോകത്തില്ല കേട്ടോ. കാരണം ഞാൻ കുറേ വർക്കുകൾ ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കിയതാണ്. അത്യാവശ്യം ഇപ്പോഴും ഇരിക്കുന്നുണ്ട്, വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഒത്തിരി അങ്ങ് ഉണങ്ങിയ കമ്പുകളൊന്നും എടുക്കണ്ട, അത് ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ കുറച്ച് ഇതായിട്ടുള്ള കമ്പ എടുത്തേക്കുന്നത്. പിന്നെ ഇതേപോലെ ചില്ലി ചിക്കൻ വാങ്ങിച്ച ടിന്നാണ് കേട്ടോ. ഞാനിങ്ങനെ പെയിൻ്റ് അടിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട്, മണലൊക്കെ നിറച്ചിട്ട് ഇതിനെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്, രസമുണ്ടോ, ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.